ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതുവരെ ജനുവരി 2020 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 31ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ ഓർഗനൈസേഷൻ അനാലിസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഇൻ ടാബുലാർ ഫോം ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? അതായത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പിന്നെ ടാബുലാർ ഫോമിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ 31ാമത്തേൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, സ്പ്രെഡ്ഷീറ്റ്സ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് മാസ്റ്ററി ലേണിംഗ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ആരാണ് കൺസെപ്റ്റ് ഓഫ് മാസ്റ്ററി ലേണിംഗ് പ്രൊപ്പോസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ 32ാമത്തെ. അപ്പോൾ ബി ആണ് ആൻസർ, ബെഞ്ചമിൻ ബ്ലൂം ആണ് കൺസെപ്റ്റ് ഓഫ് മാസ്റ്ററി ലേണിംഗ് പ്രപ്പോസ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റിംഗ്. ഇൻ്റലിജൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഫാദർ ആരെയായിട്ടാണ് കൺസിഡർ ചെയ്തതെന്നാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഡി ആണ്, ആൽഫ്രഡ് ബിന്നറ്റിനെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, an observational method used frequently in learning settings in which the observer summarizes a single developmental incident after the event has occurred. ഇത് ആരാണ്? ഇത് എന്ത് തരം ഒബ്സർവേഷണൽ മെത്തേഡ് ആണെന്നാണ് ചോദ്യം. 34ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അനക്ഡോട്ടൽ റെക്കോർഡ് എന്നുള്ളതാണ്. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ, the system of evaluation that allows the evaluator to convert the outcome of a student's test or assignments to a grade and adjust that final grade in relation to the grades from the other students in the course is. and answer എന്താണ്? 35ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. അതായത് ക്ലാസ്സിൽ ടെസ്റ്റ് നടത്തിയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ റിലേഷൻ, അതായത് ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ടൊരു ഫൈനൽ ഗ്രേഡ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം വിച്ച് പ്രൊവൈഡ് ഫെസിലിറ്റി ടു സെർച്ച് ആൻഡ് ബ്രൗസ് ഓൾ ഹോസ്റ്റഡ് കണ്ടന്റ് wherein a person can easily access the desired material including audios, videos and textual materials. 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, ഈ കണ്ടൻറ്റ് പോർട്ടൽസ് ആണ്. എന്തെന്ന് പറയുന്നത്? നമ്മൾ കണ്ടൻറ്റ്സ് നമുക്ക് ബ്രൗസ് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഫെസിലിറ്റി തരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ടൻറ്റ് പോർട്ടൽസുകളാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ, എ വെബ് പേജ് അഡ്രസ് ഈസ് യൂഷ്വലി നോൺ ആസ്. ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സ് യൂഷ്വലി എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഡൊമൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡൊമൈൻസ് എന്നാണ് വെബ് പേജിൻ്റെ അഡ്രസ്സിന് അറിയപ്പെടുന്നത്. ഓക്കെ, 38ാമത്തെ ക്വസ്റ്റ്യൻ, ദ റിസർച്ച് സ്റ്റഡി മെത്തേഡ് ഇൻവോൾവിംഗ് ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി as well as its related contextual condition is. Research study method depth and detailed examination of the subject എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 38ാമത്തെ ആൻസർ കേസ് സ്റ്റഡി റിസർച്ച് ആണ് ആൻസർ. 38ാമത്തെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർട്ടിക്കിൾ വിച്ച് പ്രൊവൈഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ ആർട്ടിക്കിൾ വിച്ച് പ്രൊവൈഡ്സ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ ആൻസർ അതേത് ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്? ആർട്ടിക്കിൾ സി, ആർട്ടിക്കിൾ 29(1) ആണ് ആൻസർ. അതിൻ്റെ ആൻസർ 39ാമത്തെ ആൻസർ സി ആണ്, ആർട്ടിക്കിൾ 29(1). ഓക്കെ, അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 40ാമത്തെ MHRD തന്നിട്ടുണ്ട്, അത് വന്നിട്ടുള്ള ഇയേഴ്സാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 40ാമത്തെ ആൻസർ എ ആണ് വന്നേക്കുന്നത്. അതായത് എയിൽ
നാലാമത്തെ 40ാമത്തെ ആൻസർ എ. അപ്പം 4-3 A3 എന്ന് പറയുന്നത് MHRD വന്നത് 1985 MHRD വന്നത്. പിന്നെ UGC വന്നത് 1956 NCTE വന്നത് രണ്ടാമത്തേൻ്റെ 2 1995 NCTE വന്നത്. NAC വന്നത് 1994 അപ്പം NAC വന്നതിന് ശേഷമാണ് NCTE വന്നത് എന്നോർത്തിരിക്കുക. 94 NAC, 95 NCTE. MHRD 1985 UGC 1956. അപ്പോൾ UGC ആണ് ഏറ്റവും പഴയതായിട്ട് വന്നിട്ടുള്ള ഒരു ഏജൻസി. ഓക്കെ അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ഈ വരച്ചേക്കുന്ന കറക്റ്റാണോ? കറക്റ്റാണെന്ന് വരച്ചത് നോക്കണ്ട, ഞാൻ ആൻസർ എ ആണ് ആൻസർ. ഓക്കെ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് സൈക്കോളജി? അപ്ലൈഡ് സൈക്കോളജിയിലെ ബ്രാഞ്ച് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ഫീൽഡാണ് വന്നിരിക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ബാക്കിയെല്ലാം അതിൻ്റെ ഡയറക്റ്റ് സൈക്കോളജിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അപ്ലൈഡ് സൈക്കോളജി 2 ടൈപ്പ് സൈക്കോളജി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ. 42ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി? സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റിക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ഡിസ്ലെക്സിയ ആണ് ആൻസർ വരുന്നത്. അപ്പം ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിസബിലിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ പഠിക്കണം. ഓക്കെ. 43ാമത്തെ ചോദ്യം, ഹൂ അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് വിത്തൗട്ട് പാർലമെൻ്ററി റെസൊല്യൂഷൻ? പാർലമെൻ്ററി റെസൊല്യൂഷൻ ഇല്ലാതെ ഹൂ അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. 41ാമത്തെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എ ആണ് ആൻസർ. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ആൻസർ. ഓക്കെ. 43ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്, എ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏജൻസി വിച്ച് ഫൗണ്ടഡ് സ്കോവ് എന്ന് പറയുന്ന ഏജൻസി, ഏത് ഏജൻസിയാണ് സ്കോവ് ഫൗണ്ട് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. UGC ആണ് സ്കോവ് കൊണ്ടുവന്നത്. ഓക്കെ. ഇൻ വിസാറ്റ് നെറ്റ്വർക്ക് സിഗ്നൽസ് ആർ സെൻഡ് ഫ്രം ദ ഹബ് ഇൻ സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് ത്രൂ എ മെത്തേഡ് കോൾഡ് TDM. TDM സ്റ്റാൻഡ്സ് ഫോർ? TDMൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇത് TDM എന്ന് പറയുന്നതിൻ്റെ ഏതോ ഒന്നിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 45ാമത്തേൻ്റെ സി ആണ് ആൻസർ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്നാണ് അതിൻ്റെ ആൻസർ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആണ് TDM എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. 45ാമത്തേൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വീഡിയോ കോൺഫറൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിയോ മാത്രമല്ല, ഓഡിയോ വിഷ്വൽ അല്ല, 1 വേ അല്ല. ഓഡിയോ വിഷ്വൽ 1 വേ ആണ് നമ്മൾ യൂട്യൂബൊക്കെ. ഓഡിയോ വിഷ്വൽ 2 ways ആണ് വരുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. 46ാമത്തേൻ്റെ ആൻസർ സി ആണ്. ഓഡിയോ വിഷ്വൽ 2 ways ആണ് ആൻസർ. ഓക്കെ. അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ പ്രൊജക്റ്റഡ് എയ്ഡ്? പ്രൊജക്റ്റഡ് എയ്ഡിൽ ബിലോങ് ചെയ്യാത്തത് എന്താണെന്നാണ് 47ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൊജക്റ്റഡ് എയ്ഡിൽ വരാത്തത്, അതിൻ്റെ ആൻസർ ഏതാണ്? ബി ആണ്. പ്രൊജക്റ്റഡ് എയ്ഡിൽ വരാത്തത് ബി ആണ്. ബ്ലാക്ക് ബോർഡാണ് പ്രൊജക്റ്റഡ് എയ്ഡിൽ വരാത്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 48ാമത്തെ ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഈസ്? അതായത് ഓർഡർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തായിരുന്നു, ഒരു സെൻറ്റർ ഉണ്ടാവും, പിന്നെ കുറേ
പ്രോസസ്സിലൂടെ നമ്മളത് റിസീവറിലോട്ട് എത്തുന്നു, റിസീവർ ഡീകോഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 48ാമത്തെ ആ ഓർഡർ, കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 48ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ്. ആൻസർ ബി. ഡി എന്താണ് ആൻസർ? ബി ആണ്. 48ാമത്തെ എന്താണ്? സെൻഡർ ഒരു ഐഡിയ സെൻഡ് ചെയ്യുന്നു, അത് എൻകോഡ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ പോകുന്നു, റിസീവറിലേക്ക് എത്തുന്നു, റിസീവർ എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്തിട്ട് അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ആ ഓർഡർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോർട്രാൻ? എന്താണ് ഫോർട്രാൻ എന്നാണ് ക്വസ്റ്റ്യൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഫോർട്രാൻ? അപ്പം 49ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഡി ആണ് ആൻസർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന്? ഫോർട്രാൻ എന്ന് പറയുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചേഴ്സ് പ്രൈമറി ഡ്യൂട്ടി ഈസ്? ടീച്ചറിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടു റൈസ് ഇൻ്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റുഡൻസ്, ടു ഇംപ്രൂവ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റുഡൻറ്റ്, ടു ഹെൽപ്പ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്, ടു ഗിവ് മോർ ഹോംവർക്ക് ടു സ്റ്റുഡൻസ്. ഇത് ഏതായിരിക്കും ആൻസർ? 50ാമത്തെ ക്വസ്റ്റ്യന് ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് അല്ലേ? ഇൻ്റലക്ച്വലുമാണ്, ഫിസിക്കലുമാണ്, എല്ലാ തരം ഡെവലപ്മെൻറ്റ്, ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പം 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലോജിക്കലി ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ദ ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഓഫൺ. എന്താണ് ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? യൂട്ടിലിറ്റേറിയൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 52ാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് attracting students' attention in the class, minimizing indiscipline problems in classroom, optimizing learning outcome of students, effective engagement of students in learning task. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? 52ാമത്തെ ക്വസ്റ്റിന് ആൻസർ സി ആണ് വരുന്നത്. 52ാമത്തെ ക്വസ്റ്റിന് ഒപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. ഓക്കെ, 53ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലാൻ? ലാനിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ. ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫറൻസസ്. ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫറൻസസ് എന്നുള്ളതാണ് ലാനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫറൻസ് അല്ല, ഇൻ്റർഫേസസ്. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 54ാമത്തെ ക്വസ്റ്റ്യൻ, 53ൻ്റെ ആൻസർ ഏതാണെന്ന് മനസ്സിലായല്ലോ? എ ആണ് ആൻസർ. 54ാമത്തെ, എ റിസർച്ചർ സെലക്ട്സ് എ പ്രോബബിലിറ്റി സാമ്പിൾ ഓഫ് 100 ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് എ റിസർച്ചർ സെലക്ട്സ് എ പ്രോബബിലിറ്റി സാമ്പിൾ ഓഫ് 100 ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ? അതെന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? 54ാമത്തെ ആൻസർ ബി ആണ്. റാൻഡം സാമ്പിളിംഗ് ആണ്. അതായത് ഒരു പോപ്പുലേഷനിലെ പ്രോബബിലിറ്റി സാമ്പിൾ ഓഫ് 100 ആണ് ടോട്ടൽ പോപ്പുലേഷനിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു റാൻഡം സാമ്പിളിംഗ് ആണ്. ഓക്കെ, 55ാമത്തെ ക്വസ്റ്റ്യൻ, എ ഗുഡ് ഹൈപ്പോത്തിസിസ് ഷുഡ് ബി? റിസർച്ച് ടോപ്പിക്കായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. എ ഗുഡ് ഹൈപ്പോത്തിസിസ് ഷുഡ് ബി പ്രിസൈസ്, സ്പെസിഫിക് ആൻഡ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ മോസ്റ്റ് നോൺ ഫാക്ട്സ്. അതാണ് എ. ബി എന്ന് പറയുന്നത് ഫോർമുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ദ ഡാറ്റ. സി, ഓഫ് ലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ഷുഡ് നോട്ട് ഹാവ് ഗ്ലോബൽ സിഗ്നിഫിക്കൻസ്. ഡി, ഓൾ ഓഫ് ദീസ്. അപ്പം 55ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? വായിച്ച് നോക്കിയപ്പോൾ നമുക്ക് എല്ലാം വരുന്ന പോലെ തോന്നി. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, 56ാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. ഒരു നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിൾ ഏതാണ്? ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വിൽ ലീഡ്സ് ടു ഷോർട്ടേജ് ഓഫ് ഫുഡ് ഗെയിൻ. അതായത് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിക്രീസ് ചെയ്തു, അതൊരു നെഗറ്റീവ് കോറിലേഷനാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. പുവർ ഇൻ്റലിജൻസ് മീൻസ് പുവർ അച്ചീവ്മെൻറ്റ്. അപ്പം രണ്ട് നെഗറ്റീവ് ആണ്, അതല്ല. കറപ്ഷൻ ഇൻ ഇന്ത്യ ഈസ് ഇൻക്രീസിങ്. പുവർ വർക്കിംഗ് കണ്ടീഷൻ, റിട്ടയർഡ് ഔട്ട്പുട്ട്. രണ്ട് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 56ാമത്തെ ആൻസർ ഏതായിരിക്കും വരുന്നത്? എ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് നോബിൾ
Noble Eightfold Path of Buddhism. Which among the following does not form a part of the Noble Eightfold Path of Buddhism? അമ്പത്തേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? വിച്ച് among the following does not form a part of Noble Eightfold Path of Buddhism? അതിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. എന്താണ് ആൻസർ? റൈറ്റ് ഡയറക്ഷൻ ആണ് ആൻസർ. അമ്പത്തേഴാമത്തിൻ്റെ ആൻസർ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അമ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷൻ മീൻസ്. എഡ്യൂക്കേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ സോഷ്യലൈസേഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സി ആണ് ആൻസർ. അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു സോഷ്യൽ എൻവയോൺമെൻറ്റ്. അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. അമ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഏരിയ ഓഫ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അമ്പത്തൊമ്പതാമത്തെ ആൻസർ എന്താണ്? അമ്പത്തൊമ്പതാമത്തെ ആൻസർ സി ആണ്. ഓക്കെ, NIEPA. ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അറുപതാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. തന്നിരിക്കുന്നതിൽ ഏതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റർ വേണം, ഒരു കമ്മ്യൂണിക്കേഷനിൽ ജസ്റ്റർ വേണം, സ്പീച്ച് മോഡുലേഷൻ വേണം, സൗണ്ട് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കണം. പേഴ്സണാലിറ്റി ചാമിങ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നോളജ് ഓഫ് ദ കണ്ടൻറ്റും വേണം. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? അറുപതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് വരുന്നത്. ഓക്കെ, വിച്ച് among the following is not true about goods and സർവീസസ് ടാക്സ്? GST ആയിട്ട് നോട്ട് ട്രൂ ആയിട്ടുള്ള കാര്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ്. പിന്നെ 62ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ among the following is not a winner of ജ്ഞാൻപീഠ് അവാർഡ് വിന്ന് ചെയ്യാത്ത ആൾ, ജ്ഞാനപീഠ പുരസ്കാരം വിൻ ചെയ്യാത്ത ആൾ എന്നാണ് ക്വസ്റ്റ്യൻ. 62ാമത്തെ ക്വസ്റ്റ്യൻ GK ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? വള്ളത്തോൾ നാരായണ മേനോനാണ് ജ്ഞാനപീഠം ലഭിക്കാത്തത്. MTക്കും ONVക്കും തകഴിക്കും ഒക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 63ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആക്ച്വൽ നെയിം ഓഫ് എ റിനൗഡ് മലയാളം റൈറ്റർ ആനന്ദീസ്. ആക്ച്വൽ നെയിം ആനന്ദൻ്റെ കറക്റ്റായിട്ടുള്ള പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 63ൻ്റെ ആൻസർ ഏതാണ്? സച്ചിദാനന്ദനാണ് ആൻസർ. ഓക്കെ, സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, 64ാമത്തെ ക്വസ്റ്റ്യൻ. ആനന്ദ മഹാസഭ വാസ് ഫൗണ്ടഡ് ബൈ. ആരാണ് ആനന്ദ മഹാസഭ കൊണ്ടുവന്നത്? ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 64ാമത്തെ ക്വസ്റ്റ്യൻ. ആരായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? എ ആണ് ആൻസർ. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ടൈറ്റാനിയം മെറ്റൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. ടൈറ്റാനിയം മെറ്റൽ എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആൻസർ ഏതാണ്? 65ാമത്തെ ക്വസ്റ്റ്യൻ. 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഇലിമിനേറ്റ് ആണ് ആൻസർ. ഓക്കെ.